തൃശൂർ നെല്ലിക്കുന്നിലെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ ഗായക സംഘത്തിലെ ഗിറ്റാറിസ്റ്റ് ആറ്റ്ലിയുടെ കൂടെ സൈക്കിളിൽ കയറിപ്പോയ ഒരു 12 വയസ്സുകാരൻ കൊയർ ടീമിൽ പാടി തുടങ്ങുന്നു. പാട്ടിനോടൊപ്പം തന്നെ സംഗീതോപകരണങ്ങളിൽ പലതും വായിക്കാൻ പഠിക്കുന്നു. പിന്നീട് വോയിസ് ഓഫ് ട്രിച്ചൂർ എന്ന പേരിൽ ഒരു ഗാനമേള ട്രൂപ്പ് സുഹൃത്തുക്കൾക്കൊപ്പം ആരംഭിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ ട്രൂപ്പ് മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടി. ജയചന്ദ്രന്റെയും മാധുരിയുടെയും ഗാനമേളകൾക്ക് ഓർക്കസ്ട്ര ഒരുക്കിയിരുന്നത് വോയിസ് ഓഫ് ട്രിച്ചൂർ ആയിരുന്നു. ട്രൂപ്പിന്റെ കണ്ടക്ടറായിരുന്ന യുവാവിന്റെ സംഗീതത്തോടുള്ള പ്രണയം മനസ്സിലാക്കിയ ജയേന്ദ്രൻ യുവാവിനെ ദേവരാജൻ മാസ്റ്ററെ പരിചയപ്പെടുത്തുന്നു. ദേവരാജൻ മാസ്റ്ററുടെ അസിസ്റ്റന്റായി ആ യുവാവ് മദ്രാസിലേക്ക് യാത്ര തിരിച്ചു. ആ യാത്ര വെറുതെ ആയില്ല. സിനിമയുടെ പശ്ചാത്തല സംഗീതത്തിന് പുതിയ നിർവചനങ്ങൾ നൽകിയ ജോൺസൺ പിന്നീട് കാലത്തെ അതിജീവിക്കുന്ന ഗാനങ്ങൾക്ക് ഈണമിട്ട് മലയാളക്കരയുടെ ജോൺസൺ മാസ്റ്ററായി മാറി.